പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത്തവണ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങുമ്പോൾ, പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഉയർന്നു വരാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് അദാനിയുടെ പേരിൽ വന്നിരിക്കുന്ന അഴിമതിയാണ്. അമേരിക്കൻ കോടതി നടത്തിയിരിക്കുന്ന അറസ്റ്റ് വാറന്റ് അടക്കമുള്ള കാര്യങ്ങളാണ്. അദാനിക്ക് കുടപിടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇത്തവണ വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടാകും. അതുമാത്രമല്ല, മണിപ്പൂരിൽ സംഘർഷം, കലാപം വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഇത്തവണ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ശബ്ദമുഖരിതമായിരിക്കും ഇത്തവണ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് പറയുന്നത് വഖഫ് ഭേദഗതി നിയമം ഇത്തവണ പാർലമെന്റിൽ കൊണ്ടുവരിക എന്നതായിരിക്കും ഈ സമ്മേളന കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെ അജണ്ട എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി തന്നെ അത് നേരിട്ട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ വഖഫ് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ ആ രീതിയിൽ പാർലമെന്റിന്റെ സമ്മേളനം ചൂടുപിടിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ദില്ലിയിൽ നിന്ന് സ്വാതി നമ്മളോടൊപ്പം ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഈ ശീതകാല സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, ദില്ലി ശൈത്യകാലത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ തുടക്കത്തിലാണ്. വലിയ തണുപ്പിലേക്ക് പോകാൻ പോകുന്ന സമയമാണ്. ശൈത്യകാലം, പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ പേരിൽ ശൈത്യകാലം ഉണ്ടെങ്കിലും പക്ഷേ സഭയിൽ അതായിരിക്കുമോ സാധ്യത? ചൂടുപിടിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഇപ്പോൾ തന്നെ നിൽക്കുന്നില്ലേ? പ്രത്യേകിച്ചും അദാനിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ അദാനി അനുകൂല നിലപാട്, മണിപ്പൂരിലെ സംഘർഷം അത് വീണ്ടും തുടരുന്ന സാഹചര്യം, ഒപ്പം തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ശൈത്യത്തിലേക്ക് പോകുമ്പോൾ ശൈത്യകാല സമ്മേളനം ഡിസംബർ 20 വരെ നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ വലിയ തരത്തിലുള്ള ചൂട് പിടിക്കുന്ന ബഹളം തന്നെയായിരിക്കും ഈ പാർലമെന്റിൽ ഉണ്ടാകുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം വിവിധ ആരോപണങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ ആരോപണങ്ങൾ, ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉണ്ടായിട്ടുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് പാർലമെന്റ് എന്തായാലും ബഹളമാകും, അല്ലെങ്കിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും എന്നുള്ളതിൽ ഒരു തർക്കവും പറയേണ്ടതില്ല. ഏറ്റവും പ്രധാനമായി മനു സൂചിപ്പിച്ച പോലെ കാണേണ്ടത് അദാനിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേന്ദ്രം അദാനിക്ക് ചൂട്ടുപിടിക്കുന്നു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷം നിരവധി തവണ പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന US കോടതിയിൽ ഇപ്പോൾ അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2100 കോടിയോളം രൂപയുടെ അഴിമതിയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ അഴിമതി വിഷയം കൃത്യമായും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാക്കണം. പാർലമെന്റിൽ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിക്കണം, നിലപാട് വ്യക്തമാക്കണം എന്നുള്ള കാര്യം എന്തായാലും പ്രതിപക്ഷം ആവർത്തിക്കാനുള്ള സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇത്തവണ ശൈത്യകാല സമ്മേളനം എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായി കാണാൻ കഴിയില്ല. വലിയ പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാധ്യതകളും തന്നെയാണ് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ മനു സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമായി കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഏറ്റവും പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ മണിപ്പൂരിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും ആശങ്കാജനകമായ ഒരു സ്ഥിതിയിലൂടെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം കടന്നു പോകുന്നു. അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിമർശനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഇതുവരെ എടുത്തിരിക്കുന്ന നടപടികൾ എത്രത്തോളം ആ സംസ്ഥാനത്തെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നടക്കമുള്ള വിഷയങ്ങൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യമുണ്ട്. ഇതുവരെയും 1.5 വർഷക്കാലമായി നീണ്ടു നിൽക്കുന്ന ഒരു വംശീയ കലാപം, ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിച്ചില്ല എന്നുള്ള കടുത്ത ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മണിപ്പൂർ വിഷയം എന്തായാലും പാർലമെന്റിൽ വലിയ തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല, മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റ് ചേരുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ, അതായത് സർവകക്ഷി യോഗം, എല്ലാ പാർട്ടികളും ചേരുന്ന സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഈ പാർലമെന്റിൽ ഉന്നയിക്കണം, ഏത് തരത്തിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകേണ്ടത്
എന്നടക്കമുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ചർച്ചയായിരുന്നു. അതെല്ലാം തന്നെ ഉന്നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. മാത്രമല്ല ഇപ്പോൾ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഇലക്ഷൻ കൂടി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടിയതിന്റെ ഒരു ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ച് ഉണ്ട്. എന്നാൽ ജാർഖണ്ഡിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും പ്രതിപക്ഷം എന്തായാലും ആ ഒരു ആത്മവിശ്വാസം പ്രതിപക്ഷത്തിനും ഉണ്ട്. BJP കാലങ്ങളായി പറയുന്ന അധികാരത്തിൽ വന്നത് മുതൽ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തെ മുൻനിർത്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പാർലമെന്റിൽ BJP ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല മനു നേരത്തെ സൂചിപ്പിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള വഖഫ് ഭേദഗതി, അത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ്. അതിനെതിരെയും എന്തായാലും പ്രതിപക്ഷം ഈ പാർലമെന്റിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കാനും പാർലമെന്റ് കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മനു, തീർച്ചയായും ആ വിഷയം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ സ്വാതി. കാരണം ഈ മുണ്ടക്കൈ ചുരൽമലയിൽ വലിയ ദുരന്തമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമുണ്ട്. ഇപ്പോഴും നമുക്ക് ഇത്രയും മാസങ്ങളായിട്ടും അതിൽ ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. അപ്പോൾ ആ വിഷയം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഉന്നയിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഈ 19 MP-മാർ ഇവിടെ നിന്നുണ്ടല്ലോ, UDF-നുണ്ടല്ലോ, പക്ഷേ ഇതുവരെ ഒരു അക്ഷരം അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചാണ്. തീർച്ചയായും മനു, ഞാൻ ആ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് മനു ചൂണ്ടിക്കാണിച്ചത്. ആ വിഷയം വിട്ടുപോയതാണ് പറഞ്ഞു വന്നപ്പോഴേക്കും. ഉറപ്പായും ഈ വയനാട് വിഷയത്തിൽ ഈ കേരളത്തിൽ നിന്നുള്ള MP-മാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ നിന്ന് ഉള്ള MP-മാർ, UDF-ന്റെ MP-മാർ വലിയ നിശബ്ദത തന്നെയാണ് പാർലമെന്റിൽ കാണിക്കുന്നത്. കേരളത്തിനോടുള്ള അവഗണനയെ പോലും പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് കേരളത്തിനെ പറ്റി ഒരക്ഷരം പോലും വേണ്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട കാര്യം വന്നിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ വലിയ അവഗണന വയനാട് വിഷയത്തിൽ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ടല്ലോ ഇവിടെ സ്വാതി. ഇന്ന് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാടിന്റെ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം കൂടിയാണല്ലോ. അവർക്ക് ആ വിഷയം ഉന്നയിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. അവരുടെ സഹോദരൻ MP ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ സഹോദരന്റെ സമയത്ത് വയനാടിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പാർലമെന്റിൽ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്നെങ്കിലും അത് ഉണ്ടാകുമോ എന്നതും ഒരു ആകാംക്ഷയാണ്. ജനങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഇതുവരെയും വയനാടിന് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. എന്നാൽ അതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അതെങ്ങനെയായിരിക്കും വയനാട് ജനതയ്ക്ക് ഏത് തരത്തിൽ പ്രയോജനം ചെയ്യുമെന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അത് വലിയ ആകാംക്ഷയോടെ തന്നെ ജനങ്ങൾ നോക്കുന്ന കാര്യമാണ്. ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട UDF MP-മാർ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് ഇത്തവണ പാർലമെന്റിൽ അതിലൊക്കെ മാറ്റം ഉണ്ടാകുമോ? വയനാട് ജനത കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു സമീപനം UDF MP-മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം MP-മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം വയനാടിനോടുള്ള അവഗണന കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ളത്. മാത്രമല്ല സംസ്ഥാനത്തുള്ള ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ കൂടി പാർലമെന്റിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡിസംബർ 20 വരെയാണ് പാർലമെന്റ് സമ്മേളനം നീളുന്നത്. വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള സമ്മേളനമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും പറയേണ്ടതില്ല. കാരണം വിവിധ വിഷയങ്ങൾ, ഈ പറഞ്ഞു പോയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഏറ്റവും ഗൗരവമേറിയ വിഷയങ്ങളാണ്. ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ പാർലമെന്റിൽ എന്തായാലും ചർച്ചയാകും. മനു, ശരി, ഓക്കെ, താങ്ക് യു. സ്വാതിയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും പാർലമെന്റിലേക്ക് പോകുമ്പോൾ ഇന്ന് വളരെ പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ പറയുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഒന്ന് അദാനിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അറസ്റ്റ് വാറണ്ട്, അതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സംരക്ഷണം, മറ്റൊന്ന് ഈ മണിപ്പൂരിലെ കലാപം, അത് രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലം. ഇതുവരെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോവുകയോ അവിടുത്തെ കലാപം ശമിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയും എന്നതടക്കമുള്ള വിഷയങ്ങൾ. ഇതിനെ പ്രതിരോധിക്കാൻ വഖഫ് നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തെ സംബന്ധിച്ച് വയനാട്ടിലെ
ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തം, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സംഗ സമീപനം, അതിനോട് കേരളത്തിലെ എംപിമാർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്കൊരു അവസരമുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈ വലിയ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാൻ. അത് അവർ ഉപയോഗിക്കുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കതിനെക്കുറിച്ച് ആകാംക്ഷയോടെ തന്നെ ഒന്ന് കാത്തിരുന്ന് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.